സ്വാഗതം. താങ്ക് യു. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അന്ന് ഇവിടെ ചേച്ചി നിവേദയുടെ ചേച്ചി ഒരു പ്രാവശ്യം ഇവിടെ വന്ന് പെർഫോം ചെയ്തു. അന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് പോയി അടുത്ത പ്രാവശ്യം ഞാൻ വരും എന്നൊക്കെ. അതിന് ശേഷം വീട്ടിൽ പോയിട്ട് എന്തൊക്കെ പ്രാക്ടീസ് ഒക്കെ ചെയ്തോ? ഇവിടേക്ക് വരാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എന്തൊക്കെയായിരുന്നു? പറ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇതൊക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു. ചേച്ചി ഇതിനു മുമ്പ് വന്നപ്പോൾ എനിക്ക് ഇവിടെ വന്ന് പെർഫോം ചെയ്യണം ഒരു ഇഷ്ടം തോന്നിയില്ലേ? ഇഷ്ടം തോന്നാൻ എന്താ കാരണം? എന്നെയാണോ സ്റ്റേജ് ആണോ എന്താണ് മോൾക്ക് ഇങ്ങോട്ട് വരാൻ വീണ്ടും വരാൻ തോന്നിച്ചത്? എന്താണ്? എനിക്ക് ഇവിടെ വരണം എന്ന് ഭയങ്കര ആഗ്രഹം. ചേച്ചിനെ എന്നെ ഇഷ്ടമാണ്. ഓക്കെ, ശരി. ചോദിച്ച് പറയിപ്പിച്ചു. മോളുടെ കയ്യിൽ വയലിൻ ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, കരാട്ടെ ഉണ്ട്. അപ്പൊ മോൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? പാട്ടാണോ, വയലിനാണോ, ഡാൻസ് ആണോ? പാട്ടാണ് കൂടുതലും പാടിയിട്ടുള്ളത്. ഇനി മോളുടെ വലിയൊരു ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? പാട്ടുകാർക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടല്ലോ, എനിക്ക് ഇന്ന ആളോട് പാടണം. ഭാവിയിലാവണം ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. നല്ലോണം പഠിക്കണം. എനിക്കൊരു നല്ലൊരു ആഗ്രഹമുണ്ട്. എനിക്ക് ജാനകിയമ്മ ഭയങ്കര ഇഷ്ടമാണ്. ജാനകിയമ്മ കാണണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ജാനകിയമ്മയുടെ പാട്ടുകളാണ് പഠിക്കാറുള്ളത്. മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് ഈ ജാനകിയമ്മയ്ക്ക് വേണ്ട ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരൂ. ആഴക്കടലിൻ്റെ അങ്ങേ കരായിലായി നീരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെൻ്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ കണ്ണിലായി എണ്ണയോടിച്ചു കൊണ്ടെത്ര നാൾ കാത്തിരുന്നു ഞാൻ ഇരുട്ടിൽ ഇന്നെൻ്റെ മൺകുടിൽ മുന്നിലെ തിണ്ണയിൽ പൊന്നായി മിന്നും വിളക്കേ ആഴക്കടലിൻ്റെ അങ്ങേ കരായിലായി നീരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെൻ്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ. സ്വീറ്റ് വോയിസ് ആയിരുന്നു അല്ലേ പ്രസാദേട്ടൻ? എന്താ തോന്നിയത്? വളരെ ഞാൻ ലയിച്ചിരിക്കുന്നു. അതല്ലേ മിണ്ടാത്തത്. രസ്നിതയ്ക്ക് എന്താണ് ഈ കൊച്ചു മിടിക്കോട് പറയാറുള്ളത്? ഒരുപാട് ഭാവിയിലൊരു കുട്ടിയാന്ന് കണ്ടാൽ അറിയാം. അതെ, പാട്ടിന്റെ കാര്യത്തിലായാലും ഒരു നല്ലൊരു വലിയൊരു കലാകാരി ആവാൻ സാധ്യതയുണ്ട്. ഒന്നുമല്ല, വളരെ ഡെപ്ത് ആയിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞു. ആദ്യം ഞാൻ പഠിക്കട്ടെ, അത് കഴിഞ്ഞ് പിന്നെ ചിന്തിക്കാം. മനസ്സിലായില്ലേ? അത് ഇരുത്തം ചെന്ന ഒരു വർത്തമാനം. താങ്ക് യു. നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പുതിയ വിശേഷം എന്താണ്? അന്ന് നമ്മൾ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്താണ് പുതിയ വിശേഷങ്ങൾ? മൂത്തയാള് ഇവിടെ വന്ന് പെർഫോം ചെയ്തതിനു ശേഷം ഒത്തിരി കൺഗ്രാജുലേഷൻസ് ഒക്കെ കുട്ടികൾക്ക് കിട്ടി. വളരെ സന്തോഷമുണ്ട്. അമൃത റെഡ് കാർപ്പറ്റിൽ വീണ്ടും ഒന്നുകൂടെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഒരു സന്തോഷം വീണ്ടും കാണാൻ സാധിച്ചതിൽ. ഞാൻ കലാഭവനിൽ 10-40 വർഷമായിട്ട് ഒരുപാട് അച്ഛനമ്മമാരെ കാണാറുണ്ട്. കുട്ടികളുടെ പുറകെ നടക്കുന്ന അച്ഛനമ്മമാർ. എനിക്ക് ശരിക്കും അവരോട് ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം എല്ലാവരും പഠിപ്പിക്കുമല്ലോ, കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്, ഭക്ഷണം കൊടുക്കുന്നു, നമ്മൾ താമസിക്കുന്നു, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു. പക്ഷേ ഈ കലാപരമായ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ സ്കൂൾ കോളേജ് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ജോഗ്രഫിയും സയൻസും ബോട്ടണിയും ഒക്കെ നമ്മൾ മറക്കും. പക്ഷേ സംഗീതമാണെങ്കിലും വയലിനാണെങ്കിലും കീബോർഡാണെങ്കിലും ഇത് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിത അവസാനം വരെ അതുവരെ ഇവരത് മറക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളെടുക്കുന്ന പെയിൻ നല്ലൊരു പെയിൻ.